അഡ്വക്കേറ്റ് ആസഫ് അലി, ജുഡീഷ്യറി വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സുതാര്യമായിട്ട് പ്രവർത്തിക്കണം. അതുപോലെ ജുഡീഷ്യറി നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം. സാധാരണക്കാരൻ്റെയൊക്കെ അവസാനത്തെ ആശ്രയം കോടതികളാണ്, അല്ലേ? ആ വിശ്വാസം തകർന്നാൽ അത് ജനാധിപത്യത്തിന് നിൽക്കുന്ന വലിയൊരു അടിയായിരിക്കും. നോക്കൂ, നേരത്തെ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. 95-ലെ വഖഫ് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ ഒരു വാദം പോലും നടത്താതെ അത് കോടതി മാറ്റിവെക്കുന്നു. പക്ഷേ നോക്കൂ, ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, നിയമമായി നോട്ടിഫിക്കേഷൻ വന്നു. 2 ദിവസം കൊണ്ട് തന്നെ കോടതി വളരെ ഹീസ്റ്റി ആയിട്ട് അക്കാര്യം അത് വാദത്തിനെടുക്കുന്നു, ചർച്ചയ്ക്ക് എടുക്കുന്നു. വാദം കേട്ടതിന് ശേഷം ചില കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. അപ്പോൾ കോടതിയുടെ ഈ ഒരു സമീപനത്തെ ഏത് രീതിയിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? ഈ കോടതി കേസ് കേൾക്കുന്നതും വാദം കേൾക്കുന്നതും വിധി പറയുന്നതും അതിൽ കോടതിയുടെ ഭാഗത്ത് നമ്മളൊരു മാലഫൈഡ് ആരോപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഉദാഹരണമായി 39-ാം ഭരണഘടനാ ഭേദഗതി നിയമമായത് 1975 ആഗസ്റ്റ് 10-ാം തീയതിയാണ്. ഞാൻ നേരത്തെ വിവരിച്ച അടിയന്തരാവസ്ഥ കാലത്ത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആ കേസ്, അതായത് പ്രധാന ആ ഭേദഗതിയല്ല ചോദ്യം ചെയ്ത് ഇന്ദിരാഗാന്ധിയുടെ അപ്പീൽ നിലനിൽക്കുകയാണ്. അതിൽ വാദം കേട്ടത് എപ്പോഴാണെന്ന് അറിയുമോ? പിറ്റേ ദിവസമാണ് 11/8/1975. അപ്പോൾ സുപ്രീം കോടതി അതിലൊരു അൺഹോളി ഏസ്റ്റ്, അവിശുദ്ധമായ ഒരു ധൃതി കാണിച്ച് എന്ന് പറയാൻ പറ്റുമോ? അതായത് കേന്ദ്ര ഗവൺമെൻറ്, രാഷ്ട്രപതി, പാർലമെൻറ്റ് 39-ാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയ പിറ്റേ ദിവസം സുപ്രീം കോടതി വാദം കേൾക്കുകയാണ്. എന്നിട്ട് ആ കേസ് 25/8 മാറ്റിവെച്ചു. അവസാനം വിധി പറഞ്ഞത് 7/11/1975. എന്നാൽ നമ്മുടെ മുമ്പിൽ ലാവലിൻ കേസുണ്ട്. 36 തവണ മാറ്റിവെച്ച ലാവലിൻ കേസ് ഒരു ക്രിമിനൽ റിവിഷനാണ്. അതുകൊണ്ട് കോടതി കേസ് കേൾക്കുന്നത്, പെട്ടെന്ന് കേൾക്കുന്നതും വൈകി കേൾക്കുന്നതും നമ്മുടെ വലിയ ഈ മഹത്തരമായ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു മാലഫൈഡി ആരോപിക്കുന്നതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീപത്മനാഭൻ സാറ് പറഞ്ഞൊരു കാര്യം, ഈ കഴിയുന്നതും വേഗം ആസ് സൂൺ ആസ് പോസിബിൾ എന്നത് 3 മാസമായി വ്യാഖ്യാനിച്ച വിഷയം ഒരു അതീവ ഭരണഘടനാ വിഷയമായി കാണാൻ പറ്റുമോ? ഭരണഘടനയുടെ 145(3) യാതൊരു തർക്കവുമില്ല. ഒരു സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉൾപ്പെട്ട കേസാണെങ്കിൽ അത് 5 ജഡ്ജിമാർ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഇതിൽ അങ്ങനെയുള്ളൊരു സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഇൻവോൾവ് ചെയ്തതായി ആകെ സിമ്പിൾ as soon as possible shall forthwith, രാഷ്ട്രപതി shall forthwith എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 200. അപ്പൊ അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഭാഷയുടെ ഈ സുബ്രഹ്മണ്യം കേസിൽ ചോദിച്ചത് അതാണ്. സാങ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഡീംഡ് സാങ്ഷൻ ആണ്, സാങ്ഷൻ വേണ്ട പിന്നെ. അപ്പൊ അതൊരു സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? നാളെ സുപ്രീം കോടതി അതൊരു സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണെന്ന് പറഞ്ഞാൽ ശരിയാണ്, 5 ജഡ്ജിമാർ കേൾക്കണം. എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ, ഞാൻ സാറിനോട് പറയാണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ദിവസം കൊണ്ട് കഴിയുന്ന വേഗത്തിൽ ഈ പ്രശ്നത്തിൽ തീർപ്പുണ്ടാവണം. അത് വെച്ച് പാർപ്പിക്കാൻ പാടില്ല. 200-ൽ പറഞ്ഞതാണ് ഷാൾ നോട്ട്, പ്രസിഡന്റ് ഷാൾ നോട്ട്. രണ്ടാമത് അസംബ്ലി പാസ്സാക്കി അയച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു മാർഗവുമില്ല. അപ്പൊ വീണ്ടും പ്രസിഡന്റിനെ അയക്കുക എന്ന് പറയുന്നത്, അപ്പം ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഹെഡ്, ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അവരുടെ ഭാഗത്ത് നിന്ന് പേറ്റന്റായ വളരെ പ്രത്യക്ഷത്തിലുള്ള ഒരു ക്രമക്കേട് കാണുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു സിമ്പിൾ നിർവചനം കൊടുക്കുകയാണ് സുപ്രീം കോടതി. കഴിയുന്നു വേഗത്തിൽ എന്ന് പറഞ്ഞാൽ 3 മാസമാണ്. എൻ്റെ അഭിപ്രായത്തിൽ 3 മാസമല്ല, ഒരാഴ്ചയാണ്.
നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ കഴിയുന്നു വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 3 മാസമാണോ? ജനങ്ങളുടെ ഹിതമാണ് അവിടെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു അധിപൻ ലംഘിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതിക്ക് ഇത് അനങ്ങാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും അനങ്ങാതിരിക്കാൻ പറ്റില്ല. ഇനി സെക്കൻഡ്ലി, ഡൽഹിയിലെ ഇന്ന് ഈ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി ഡൽഹിയിൽ ഒരു ജഡ്ജിന്റെ വീട്ടിൽ നിന്ന് പണം പിടിച്ചു. ആരാണ് ആക്ട് ചെയ്യേണ്ടത്? FIR രജിസ്റ്റർ ചെയ്യേണ്ടത് സുപ്രീം കോടതിയാണോ? FIR രജിസ്റ്റർ ചെയ്യേണ്ടത് ആരാണ്? FIR രജിസ്റ്റർ ചെയ്യേണ്ടത് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണ്. അപ്പൊ ചോദിക്കും, ജഡ്ജിമാർക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ? കേസെടുക്കാം. പഴയ IPC ഒരു വകുപ്പുണ്ട് 219. ആ 219 എന്താണെന്ന് അറിയുമോ? പുതിയ ന്യായസേനയിൽ 257. ഏതെങ്കിലും ഒരു ന്യായാധിപൻ അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ നടപടിയുടെ ഭാഗമായി ദുരുപദിഷ്ടിതമായി കള്ളരേഖ ഉണ്ടാക്കുകയോ കളവായി വിധി പറയുകയോ ചെയ്താൽ 3 വർഷം വരെ തടവ് ശിക്ഷ വിധിക്കുന്ന ഒരു കുറ്റമാണ്. സാങ്ഷൻ വേണം പ്രോസിക്യൂട്ട് ചെയ്യാൻ. ഡൽഹിയിലെ വർമ്മയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത് ഡൽഹി ഭരണകൂടത്തിന്റെ അതീവ ഗുരുതരമായ വീഴ്ചയാണ്. പണ്ട് പൽക്കിവാല പറഞ്ഞിരുന്നു, വി ഹാവ് ടു മെനി ലോസ്, ടു ലിറ്റിൽ ജസ്റ്റിസ്. നമുക്ക് ധാരാളം നിയമങ്ങളുണ്ട്, പക്ഷേ നീതി കുറവാണ്. നീതി കുറയാൻ കാരണം കോടതിക്ക് ഇത്തരം കാര്യത്തിൽ ഇടപെടാൻ ധാരാളം പരിമിതികളുണ്ട്. സുപ്രീം കോടതിക്ക് സുവമോട്ടോ ഒരു കേസെടുക്കാൻ വേണ്ടി പറയാൻ പറ്റുമോ ജഡ്ജിക്കെതിരെ? അപ്പോൾ നമ്മൾ പറയില്ലേ, 142 വെച്ചിട്ട് സുപ്രീം കോടതി ഇതാ പരമാധികാരിയായി മാറുന്നു, പോലീസായി മാറുന്നു, നമ്മൾ പറയില്ലേ? ഇനി ഇംപീച്ച്മെന്റിന്റെ കാര്യം, ഇത്ര ഗുരുതരമായ ഒരു ക്രമക്കേട് ഒരു ന്യായാധിപന്റെ ഭവനത്തിൽ നിന്ന് കറൻസി പിടിച്ചു. അവിടെ പോലീസിന് പോകാൻ പറ്റില്ല സാധാരണഗതിയിൽ, അവിടെ CBIക്ക് പോകാൻ പറ്റില്ല, അവിടെ EDക്ക് കയറാൻ പറ്റില്ല, അവിടെ വിജിലൻസിന് കയറാൻ പറ്റില്ല. അവിടെ ആകെ കയറാൻ പറ്റുന്നത് ഫയർഫോഴ്സിനാണ്. ആ ഫയർഫോഴ്സ് പോയപ്പോൾ കണ്ടതാണ് തീക്ക് പകരം പണം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് ഈ ന്യായാധിപനെ ഇംപീച്ച് ചെയ്യാൻ? ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് പാർലമെന്റാണ് ന്യായാധിപന്മാരായി മാറുന്നത്. ഇംപീച്ച്മെന്റ് അതാണ്. പണ്ടത്തെ ഒരു ന്യായാധിപനെ PV നരസിംഹറാവുവിന്റെ ഭരണകാലത്ത് ഒരു ന്യായാധിപനെ ഇംപീച്ച് ചെയ്യുമ്പോൾ വിപ്പ് കൊടുത്തില്ല. അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു പറഞ്ഞു, ഞാൻ വിപ്പ് കൊടുക്കുന്നില്ല. വിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ന്യായാധിപന്മാരായ പാർലമെന്റ് മെമ്പർമാരോട് നിങ്ങൾ ഇങ്ങനെ വിധിയെഴുതണം എന്ന് പറയുന്നതിന് തുല്യമാണ്. ഞാനിതാ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് വിട്ടിരിക്കുന്നു. ന്യായാധിപന്മാരായി പാർലമെന്റ് മെമ്പർമാർ മാറുന്ന ഭരണഘടനയിലെ അത്യപൂർവമായ ഒരു സന്ദർഭമാണ് ഇംപീച്ച്മെന്റ്. എന്തേ കേന്ദ്ര ഗവൺമെന്റ് ഇത്ര ഗുരുതരമായ ഇന്ത്യൻ ജുഡീഷ്യറിക്ക് കളങ്കമുണ്ടാക്കിയ, നാണക്കേടുണ്ടാക്കിയ, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മുഖത്തെ വളരെയധികം വികൃതമാക്കിയ ഒരു ന്യായാധിപനെ അദ്ദേഹത്തിന്റെ പേരിൽ കേസ് എടുത്തില്ല, അദ്ദേഹത്തിന്റെ പേരിൽ FIR ഇട്ടില്ല, അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യുവാൻ കേന്ദ്രത്തിന്റെ ഭരണകൂടം തയ്യാറായില്ല. എന്തേ? അവിടെയാണ് നമ്മൾ പാഠം പഠിക്കേണ്ടത്. ജുഡീഷ്യറി തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്താൻ ഒരു പരിധിവരെ നമ്മുടെ എക്സിക്യൂട്ടീവിന് അധികാരമുണ്ട്. പക്ഷേ ആ അധികാരം പൽക്കിവാല പറഞ്ഞതുപോലെ ടു മെനി ലോസ്, ടു ലിറ്റിൽ ജസ്റ്റിസ്. നമുക്ക് നിയമങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ നീതിയില്ല. നീതി വരണമെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവിന്റെ എല്ലാ ശാഖകളും സക്രിയമായി പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുപ്രീം കോടതിയെ കുറ്റപ്പെടുത്തുമ്പോൾ സുപ്രീം കോടതിയുടെ ചില പരിമിതികൾ നമ്മൾ മനസ്സിലാക്കണം. ഇനി കേന്ദ്ര ഗവൺമെന്റ് ഈ വിധി വന്നിട്ട് എത്ര ദിവസമായി? എന്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ വൈകിയത്? റിവ്യൂ കൊടുക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? പെട്ടെന്ന് റിവ്യൂ കൊടുക്കണ്ടല്ലേ? സുപ്രീം കോടതി ഉപരാഷ്ട്രപതിയുടെ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, ഒരു ഭരണഘടനാ അധിപൻ, ഇത്ര ശക്തമായ ഭാഷയിൽ സുപ്രീം കോടതി, യു ക്യാൻ ക്രിട്ടിസൈസ് ജഡ്ജ്മെന്റ്, ഐ അപ്രീഷിയേറ്റ്, പക്ഷെ ഇത്ര ശക്തമായ ഭാഷയിൽ എല്ലാ പരിധികളും കടന്നുകൊണ്ട് വിമർശിച്ചപ്പോൾ സുപ്രീം കോടതിയാണോ വിമർശിക്കേണ്ടത്? ജഡ്ജിക്കെതിരെ കേസെടുക്കാത്തതിന്റെ പേരിൽ എന്തേ കേന്ദ്ര ഗവൺമെന്റിനെ ഉപരാഷ്ട്രപതി വിമർശിക്കാതിരുന്നു? എന്തേ കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താതിരുന്നു? നമ്മുടെ നിയമത്തിൽ ഉള്ള വ്യവസ്ഥകൾ അനുസരിച്ച് കുറ്റവാളികളെ നമ്മൾ ജയിലിലിട്ടില്ലേ? ഒരു ന്യായാധിപനെ, തമിഴ്നാട്ടിലെ കർണനെ, അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ? ആ കർണൻ ഇല്ലാത്ത ഒരു പരിരക്ഷ എങ്ങനെയാണ് ഈ ഡൽഹിയിലെ ജഡ്ജിക്ക് കിട്ടുന്നത്? അവിടെയാണ് നമ്മൾ
പലരുടെയും ബോണഫൈഡിയെ സംശയിക്കുന്നു.